नमस्ते, सब कैसे हो? ठीक है ना? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഗഗൻ ഗിൽ എഴുതിയ ഇസ് തരഹ് എന്ന കവിതയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. ആദ്യത്തെ പകുതിയിലേറെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. അപ്പോൾ ഈ കവിതയിൽ ഗഗൻ ഗിൽ പറയുന്നത് യാത്ര പോകുന്നതിനെക്കുറിച്ചാണ്. ഒരു യാത്രയിൽ യാത്ര ചെയ്യുന്ന യാത്രികന് എന്തെല്ലാം തടസ്സങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ, നേരിടേണ്ടി വരുമോ, ആ തടസ്സങ്ങളൊക്കെ മറികടന്ന് തരണം ചെയ്ത് ആ യാത്രികൻ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. ഇതേപോലെയാണ് നമ്മുടെ ജീവിതം എന്ന യാത്രയും എന്നാണ് ഗഗൻ ഗിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന യാത്രയിലും നമുക്ക് ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമുക്ക് വന്നു ചേരും. നമ്മൾ അതിൻ്റെ മുൻപിൽ കുറച്ച് നാൾ അല്ലെങ്കിൽ കുറച്ച് നേരം പകച്ചു നിന്ന് പോകും. പക്ഷേ എങ്കിലും വീണ്ടും നമ്മൾ മുൻപോട്ട് തന്നെ യാത്ര തുടരും. അങ്ങനെ ജീവിതം എന്ന യാത്ര പിന്നെയും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ആ യാത്രയുടെ അവസാനം അല്ലെങ്കിൽ ആ യാത്രയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആ യാത്ര അവസാനിക്കുക മരണം എന്ന ശാശ്വതമായ ഒരു കാര്യത്തിലൂടെയാണ്. അപ്പോൾ അതാണ് ഈ കവിതയിലൂടെ ഗഗൻ ഗിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് ഇവിടെ യാത്ര ചെയ്യുന്ന യാത്രികൻ ഒരു ഉയർന്ന ഒരു കുന്നിൻ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുന്നിൻ മുകളിലേക്ക് എത്തുമ്പോൾ അറിയാതെ കാൽ തട്ടി ഒരു കല്ല് അതിൻ്റെ താഴ്വാരത്തിലേക്ക് വീഴുന്നു. അപ്പോൾ താഴ്വരയിലെ കാഴ്ചകൾ അത്ര സുന്ദരമൊന്നുമല്ല, പേടിപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ ആ പേടിപ്പെടുത്തുന്ന കാഴ്ചകൾക്ക് മുൻപിൽ യാത്രക്കാരൻ ഒരു നിമിഷം പകച്ചു പോകുന്നു. പക്ഷേ എങ്കിലും ഇനി മുൻപോട്ട് പോകണോ താഴേക്ക് ഇറങ്ങണോ എന്നുള്ള ആ ഒരു ചിന്തയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ മലഞ്ചെരുവിൽ അല്ല ആ കുന്നിൻ മുകളിലെ ഒരു പാറക്കൂട്ടത്തിനിടയിൽ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു നീല ചെറിയൊരു പൂ വിരിഞ്ഞ് നിൽക്കുന്നു. പിന്നെ പൂമ്പാറ്റകൾ പാറിപ്പറന്ന് നടക്കുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അയാൾ അറിയാതെ ചിരിച്ചു പോവുകയാണ്. അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നു, ഈ പ്രകൃതിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെപ്പോലെ ചിരിക്കുന്നവർ വേറെയും ഉണ്ട്. പൂക്കളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, കുട്ടികളുണ്ട്, എന്തിനേറെ പ്രായമായവർ വരെ എന്നെപ്പോലെ തനിച്ച് ഇതുപോലെ യാത്ര ചെയ്ത് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒറ്റയ്ക്കാണ് യാത്ര. അങ്ങനെ ഓരോ യാത്രയും ഇതുപോലെയാണ് തുടങ്ങുന്നത്. അതായത് തുടങ്ങുന്നു, പകുതി വഴിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിതമായി പ്രയാസങ്ങൾ വരുന്നു. അതിനു മുമ്പിൽ ഒരു നിമിഷം പകച്ചു നിൽക്കുന്നു. ആ പകച്ചു കുറച്ച് സമയത്തേക്ക് മാത്രം. അത് കഴിഞ്ഞ് വീണ്ടും ആ യാത്ര മുൻപോട്ട് പോകുന്നു. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ബാക്കി ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാം. നമ്മൾ പറഞ്ഞത് പതാഹി നഹീം ചൽത്ത ഉനേം അക്കേലെ നഹീം വേ ജബ് തക് ഛൂ ന ജായേ ഉനേം തിത്തലി കാ പങ്ക്. അതായത് ആ യാത്ര മുൻപോട്ട് അങ്ങനെ പോവുകയാണ്. തനിച്ചാണ് യാത്ര. അപ്പോൾ ആ തനിച്ചുള്ള യാത്ര ഞാൻ തനിച്ചല്ല എന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ്? ജബ് തക് ഛൂ ന ജായേ ഉനേം തിത്തലി കാ പങ്ക്. അതായത് പൂമ്പാറ്റ വന്ന് സ്പർശിക്കുക. അപ്പോൾ ഒരു പൂമ്പാറ്റ വന്ന് സ്പർശിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ യാത്ര തനിച്ചല്ല, ഒറ്റയ്ക്കല്ല. ഇതുപോലെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകൾ വേറെയും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേറെയുമുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലാക്കുക. ഇസ് തരഹ് ശുരു ഹോത്തി ഹേ യാത്രയേം ഏക് പത്ഥർ സേ ദൂസരേ പത്ഥർ തക് രുഖ് രുഖ് കർ. ഇസ് തരഹ് ശുരു ഹോത്തി ഹേ യാത്രയും. ഇപ്രകാരമാണ് യാത്രകളെല്ലാം ആരംഭിക്കുന്നത്. എങ്ങനെ? ഏക് പത്ഥർ സേ ദൂസരേ പത്ഥർ തക്. ഒരു കല്ലിൽ നിന്ന് മറ്റൊരു കല്ലിലേക്ക്, അതായത് ഒരു കല്ലിൽ ചവിട്ടുന്നു, പിന്നെ അടുത്ത കല്ലിലേക്ക് ചവിട്ടുന്നു, പിന്നെ അങ്ങനെ ഓരോ അടി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയാണ് ഓരോ യാത്രയും ആരംഭിക്കുന്നത്. എങ്ങനെ? വളരെ സാവധാനത്തിൽ. ഇപ്പോൾ ഓരോ അടിയായിട്ട് വച്ചുകൊണ്ടാണ് ഓരോ യാത്രയും നമ്മൾ ആരംഭിക്കുന്നത്.
ധീരെ ധീരെ പഹൂഞ്ച്തേ ഹേ ആപ് ചോട്ടി തക് ദേഖ്തേ ഹേ മുഡ്കർ. ഇനി ധീരെ ധീരെ പഹൂഞ്ച്തേ ഹേ ആപ് ചോട്ടി തക് ദേഖ്തേ ഹേ മുഡ്കർ. അങ്ങനെ ഓരോ ചുവട് വെച്ച് നിങ്ങൾ മുൻപോട്ട് യാത്ര പോയി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. ധീരെ ധീരെ പഹൂഞ്ച്തേ ഹേ ആപ് ചോട്ടി തക്, ചോട്ടി ആ പർവ്വതത്തിൻ്റെ ഏറ്റവും അറ്റത്ത് മുകളിൽ നിങ്ങൾ ധീരെ ധീരെ പഹൂഞ്ച്തേ ഹേ, പതുക്കെ പതുക്കെ നിങ്ങൾ എത്തുന്നു. നിങ്ങൾ ഓരോ ചുവട് വെച്ച് നിങ്ങളുടെ യാത്ര മുന്നോട്ട് പോയി അവസാനം നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് പതുക്കെ പതുക്കെ എത്തിച്ചേരുന്നു. എന്നിട്ടോ ദേഖ്തേ ഹേ മുഡ്കർ, നിങ്ങൾ മുഡ്കർ ദേഖ്തേ ഹേ, പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നു. മുഡ്കർ ദേഖ്തേ ഹേ, തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ പിന്നിട്ട വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് നിന്ന് ഏറ്റവും ഉയർന്ന പ്രദേശത്തിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ചുവടായിട്ടാണ് നമ്മൾ യാത്ര മുൻപോട്ട് കൊണ്ടുപോയത്. അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ആ ചോട്ടി എന്ന് പറഞ്ഞാൽ കൊടുമുടി, അല്ലെങ്കിൽ ആ പർവ്വതത്തിൻ്റെ ഉയർന്ന ഭാഗം, ഏറ്റവും ഉയർന്ന ഭാഗം. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് മുഡ്കർ ദേഖ്തേ ഹേ, തിരിഞ്ഞ് നോക്കുന്നു. നമ്മൾ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോഴോ ന കഹീം ഫൂൽ ദിഖായി ദേത്തേ ഹേ ന തിത്തലി. അപ്പോൾ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ന കഹീം ഫൂൽ ദിഖായി ദേത്തേ ഹേ, നമ്മൾ വന്ന വഴികളിൽ നമ്മൾ കണ്ടല്ലോ ഒരു പൂവിനെ, ചെറിയ ഒരു നീലപ്പൂ. അപ്പോൾ ആ പൂവ് ഇപ്പോൾ ന ദിഖായി ദേത്തേ ഹേ, ആ പിന്നിട്ട വഴികളിലൊന്നും ആ പൂവ് കാണാനില്ല. ന തിത്തലി, പൂമ്പാറ്റയെയും കാണാനില്ല. അപ്പോൾ പിന്നിട്ട വഴികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നു. അപ്പം ആ വഴികളിൽ വരുന്ന വഴിയിൽ കണ്ട ആ പൂവ് ഇപ്പോൾ അവിടെ ഇല്ല. അവിടെ പാറിപ്പറന്ന് നടന്നിരുന്ന പൂമ്പാറ്റ ഇപ്പോഴവിടെ ഇല്ല. ന വഹ് പത്ഥർ, ഇനി നമ്മൾ നടന്നു വരുന്ന സമയത്ത് പത്ഥർ, ഒരു കല്ലുണ്ടായിരുന്നു അല്ലേ? അതുമേ എങ്ങനെയായിരുന്നു ആ കല്ല്? പൈർസേ ടക്കരായ, പൈർസേ നമ്മുടെ കാല് ടക്കരായ, തട്ടിയ കല്ല്, നമ്മുടെ കാല് അറിയാതെ തട്ടിയ കല്ല്. നമ്മുടെ കാല് തട്ടിയപ്പോൾ അത് ലുടക്കനെ വാലേ നീച്ചെ ഗാഠിമേ, ലുടക്കനെ വാലേ, അത് ഉരുണ്ട് നീച്ചെ ഗാഠി, നീച്ചെ താഴെ, ഗാഠി താഴ്വരയിലേക്ക്, ലുടക്കനെ വാലേ ഉരുണ്ടുപോയി. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ കാലുകൾ അറിയാതെ തട്ടി താഴ്വരയിലേക്ക് ഉരുണ്ടു വീണുപോയ പത്ഥർ, കല്ലും ഇപ്പോൾ ന ദേഖ്താ ഹേ, അവിടെ കാണാൻ ഇല്ല. അപ്പോൾ വരുന്ന സമയത്ത് കണ്ട കാഴ്ചകളൊന്നും നമ്മളിപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആ കാഴ്ചകളൊന്നും ഇല്ല. കൈസേ നാദാൻ ഥേ ആപ് സോച്ച്തേ ഥേ തബ്. എന്താ പറയുന്നത്? കൈസേ നാദാൻ ഥേ ആപ്, എന്തൊരു ബുദ്ധിയില്ലാത്തവൻ, അല്ലെങ്കിൽ എന്തൊരു വിവേകശൂന്യനാണ് നിങ്ങൾ എന്ന് ആ സമയത്ത് സോച്ച്തേ, നിങ്ങൾ ചിന്തിച്ചു പോകാം. അപ്പോൾ ഞാൻ എന്തൊരു വിവരദോഷിയാണ്, അല്ലെങ്കിൽ ഞാൻ എന്തൊരു ബുദ്ധിയില്ലാത്തവനാണ് എന്ന് നിങ്ങൾ ആ സമയത്ത് സോച്ച്തേ ഥേ, ആലോചിച്ചു പോകാം, അല്ലെങ്കിൽ ചിന്തിച്ച് പോകാം. എന്നിട്ടോ പിന്നെ നിങ്ങളെന്ത് ചിന്തിക്കും? ഗിരേ തോ മരേ ജാൻതേ ന ഥേ ഇസി തരഹ് ഹോത്തി ഹേ യാത്രായി. ഗിരേ തോ മരേ, അതായത് ആ കല്ലിന് പകരം മേം ഗിരേ, ഞാനാണ് വീണിരുന്നതെങ്കിൽ മരേ, ഞാൻ മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ കാല് തട്ടിയിട്ട് കല്ലാണ് വീണത്. അപ്പോൾ ആ കല്ലിന് പകരം ഞാനാണ് വീണിരുന്നതെങ്കിലോ മരേം, ഞാൻ മരിച്ചു പോകുമായിരുന്നു എന്ന് നമ്മൾ ആ സമയം അവിടെ നിന്ന് ചിന്തിച്ചു പോകുമായിരുന്നു. ഇസി തരഹ് ഹോത്തി ഹേ യാത്രായി, ഇപ്രകാരമാണ് യാത്രകൾ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് യാത്രകൾ ഓരോന്നും എന്നാണ് കവയത്രി പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി
ആ ഭാഗം ഒന്ന് നോക്കാം. इस तरह शुरू होती है यात्राएं एक पत्थर से दूसरे पत्थर तक रुक रुक कर. एक पत्थर से ഒരു കല്ലിൽ നിന്ന് ദൂസരെ പത്ഥർ തക് മറുകല്ലിലേക്ക് രുക്ക് രുക്ക് കർ പതുക്കെ പതുക്കെ അല്ലെങ്കിൽ സാവധാനത്തിലാണ് യാത്രയും ശുരു ഹോത്തി ഹെ ഓരോ യാത്രകളും തുടങ്ങുന്നത്, ആരംഭിക്കുന്നത്. അപ്പോൾ ഓരോ കല്ലുകളിലും ചവിട്ടി അല്ലെങ്കിൽ ഓരോ അടി ഇങ്ങനെ മുന്നോട്ട് 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 വച്ചിട്ടാണ് ഓരോ യാത്രയും ആരംഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന യാത്രയും അല്ലേ. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോന്നോരോന്നോരോന്നായി മുൻപോട്ട് നമ്മുടെ ജീവിതം പോകുന്നു. അപ്പോൾ അതും ഈ യാത്ര പോകുന്നത് പോലെ തന്നെയാണ്. എന്നിട്ടോ അങ്ങനെ നമ്മൾ ഓരോ കല്ലുകളിലും ചവിട്ടി ആ ഉയർന്ന കുന്നിൻ മുകളിലേക്ക് യാത്ര പോവുകയാണല്ലോ. ധീരെ ധീരെ പഹൂഞ്ച്തേ ഹേം ആപ് ഛോട്ടി തക്. അങ്ങനെ ധീരെ ധീരെ പതുക്കെ പതുക്കെ നിങ്ങൾ ഛോട്ടി തക് ആ ഉയർന്ന പർവ്വത അല്ലെങ്കിൽ ആ ഉയർന്ന മലയുടെ മുകളിലേക്ക് പഹൂഞ്ച്തേ ഹേം എത്തിച്ചേരുന്നു. അപ്പോൾ ഓരോ ചുവട് മുന്നോട്ട് വച്ച് നിങ്ങൾ പതുക്കെ പതുക്കെ ആ മലയുടെ മുകളിൽ എത്തിച്ചേരുന്നു, യാത്രയുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. എന്നിട്ടോ മുടുക്കർ ദേഖത്തെ ഹേം. മുടുക്കർ തിരിഞ്ഞ്, ദേഖത്തെ നോക്കുന്നു. നിങ്ങൾ പതുക്കെ പിന്നിട്ട വഴികൾ, നിങ്ങൾ നടന്നു വന്ന ആ വഴിയിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴോ ന കഹീം ഫൂൽ ദിഖായി ദേത്തെ ഹേം. ആ വഴികളിൽ കണ്ട ഫൂൽ പൂവ് ന ദിഖായി ദേത്തെ ഹേം അവിടെ കാണാനില്ല. അപ്പോൾ വരുന്ന സമയത്ത് അവിടെ ഒരു പൂവ് വിരിഞ്ഞു നിന്നിരുന്നു, ആ പൂവിനെ ഇപ്പോൾ കാണാനില്ല. ന തിത്തലി പൂമ്പാറ്റ പാറി കളിച്ചിരുന്നു, ആ പൂമ്പാറ്റയും ഇപ്പോൾ കാണാനില്ല. ന വഹ് പത്ഥർ ജോ एक दोपहर पैर से टकराया था आप लुढ़कने वाले थे नीचे घाटी में. वह पत्थर एक दोपहर എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചസമയം. നമ്മൾ ഉച്ചസമയത്ത് ആ കുന്നിൻ മുകളിലേക്ക് അങ്ങനെ കയറി വരുമ്പോൾ ഒരു പത്ഥർ കല്ല് അവിടെ ഉണ്ടായിരുന്നു. ആ കല്ല് പൈർ സേ ടക്കരായ നിങ്ങളുടെ കാല് തട്ടി, ലുടക്കനെ വാലെ നീച്ചെ ഘാട്ടി മേം ആ കല്ല് ലുടക്കനെ വാലെ ഉരുണ്ടുരുണ്ട് നീച്ചെ ഘാട്ടി മേം താഴ്വരയിലേക്ക് പതിച്ചിരുന്നു. ആ കല്ലും ഇപ്പോൾ കാണാനില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് കയറി വരുന്ന സമയത്ത് ഒരു കല്ല് അവിടെ ഉണ്ടായിരുന്നു, അത് നിങ്ങളുടെ പൈർ സേ ടക്കരാക്കർ നിങ്ങളുടെ കാല് തട്ടി, നീച്ചെ ഘാട്ടി മേം താഴ്വരയിലേക്ക്, ലുടക് വാലെ ഉരുണ്ടുരുണ്ട് പോയിരുന്നു. ഇന്ന് ആ കല്ലും അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ആ കല്ലും കാണാനില്ല. കൈസേ നാദാൻ ധേ ആപ് സോച്തേ ധേ തബ്. അപ്പോൾ കൈസേ നാദാൻ ധേ ആപ് എന്തൊരു വിവേകശൂന്യനാണ് അല്ലെങ്കിൽ എന്തൊരു ബുദ്ധിശൂന്യനാണ് ഞാൻ എന്ന് നിങ്ങൾ സോച്തേ ധേ തബ് അപ്പോൾ ചിന്തിക്കും. ഞാൻ എന്തൊരു ബുദ്ധിശൂന്യനാണ്, വിവേകശൂന്യനാണ് എന്ന് നിങ്ങൾ ആ സമയം ചിന്തിച്ചു പോകാം. പിന്നെയോ ഗിരേ തോ മരേ ജാൻതേ നഥേ. എനിക്ക് പകരം ആ കല്ലാണല്ലോ അവിടേക്ക് വീണത് അല്ലേ. അപ്പോൾ ആ കല്ലിനു പകരം ഞാനാണ് അങ്ങോട്ട് വീണതെങ്കിൽ ഞാൻ മരേഥേ മരിച്ചു പോയേനെ എന്ന് നിങ്ങൾ ഒരു പക്ഷേ അവിടെ നിന്ന് സോച്തേഥേ ചിന്തിക്കും. അപ്പോൾ എൻ്റെ കാല് തട്ടിയിട്ട് താഴേക്ക് ഉരുണ്ടുപോയത് കല്ലായിരുന്നു അല്ലേ. അപ്പോൾ ആ കല്ലിന് പകരം ഞാനായിരുന്നു താഴേക്ക് വീണതെങ്കിലോ മേ മർ ഗയാത് ഞാൻ മരിച്ചു പോയേനെ എന്ന് ആപ് സോച്തേഥേ നിങ്ങൾ അവിടെ നിന്ന് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു അല്ലെങ്കിൽ ചിന്തിക്കുമായിരുന്നു. ഇസി തരഹ് ഹോത്തി ഹേ യാത്രായെ. ഇങ്ങനെയാണ് യാത്രകൾ ആരംഭിക്കുന്നത്, ഇപ്രകാരമാണ് യാത്രകൾ തുടങ്ങുന്നത് എന്നാണ് കവയത്രി പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു കുന്നിൻ മുകളിലേക്കുള്ള യാത്ര പോലെയാണ് നമ്മുടെ ജീവിതമെന്ന യാത്രയും.
അപ്പോൾ ആ ജീവിതം എന്ന യാത്രയിലും ഒരു കുന്നിൻ മുകളിലേക്ക് അതിൻ്റെ താഴ്വരയിൽ നിന്ന് അതിൻ്റെ നെറുകയിലേക്ക്, ആ കുന്നിൻ്റെ നെറുകയിലേക്ക് കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ തരണം ചെയ്യണം അല്ലേ. പാറക്കഷ്ണങ്ങളും കുണ്ടും കുഴിയും ഉയർച്ചയും താഴ്ചയും എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രയാസങ്ങൾ താണ്ടി വേണം ആ കുന്നിൻ നെറുകയിൽ എത്തിച്ചേരാൻ. എത്തിച്ചേർന്നതിന് ശേഷമോ താഴേക്ക് നോക്കിക്കഴിയുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തി താഴേക്ക് നോക്കിയാൽ നമുക്ക് പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് വന്നതൊക്കെ വെറുതെ ആയോ, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ സഹിച്ചു വന്നത് എന്ന് ഒരു പക്ഷേ തോന്നാം. അപ്പോൾ കവയത്രി പറയുന്നത് ആ തോന്നലുകൾ താൽക്കാലികം മാത്രമാണ്. അങ്ങനെയുള്ള തോന്നലുകൾ താൽക്കാലികം മാത്രമാണ്. കാരണം ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും അയാൾ കുറച്ച് സമയത്തേക്ക് മാത്രമേ അതിനൊക്കെ ആ ഒരു യാത്രയിൽ കുറച്ച് സമയം മാത്രമാണ് അതൊക്കെ അനുഭവപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ അയാൾ അയാളുടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു, പിന്നെയും അടുത്ത യാത്ര വീണ്ടും ആരംഭിക്കുന്നു. അപ്പം അങ്ങനെയാണ് നമ്മുടെ ജീവിതമെന്ന യാത്രയും. നമ്മുടെ ജീവിതമെന്ന യാത്രയിൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക, യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുൻപോട്ടുള്ള യാത്രയിൽ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ പലപ്പോഴും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിടേണ്ടി വരുന്നു, അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ നമ്മളാകെ പരിഭ്രമിച്ചു പോകും, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ പകച്ചു നിന്നു പോകും, എന്ത് ചെയ്യണം എന്നറിയാതെ. ആ പകച്ചു നിൽക്കൽ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാത്രം ആയിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ യാത്ര, ജീവിതം എന്ന യാത്ര മുൻപോട്ട് പോകും. എന്നിട്ടോ മുൻപോട്ട് പോയി നമ്മൾ പിന്നിട്ട വഴിയിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ട് അതൊക്കെ ചെയ്തത് എന്നൊക്കെ നമ്മളിങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കും. പക്ഷേ കവയത്രി പറയുന്നു, അങ്ങനെയുള്ള തോന്നലുകൾ, അങ്ങനെയുള്ള ചിന്തകൾ വെറും താൽക്കാലികം മാത്രമാണ്. അത് സ്വാഭാവികമായിട്ടും വന്ന് ചേരുന്ന തോന്നലുകൾ മാത്രമാണ്. അപ്പോൾ ഈ യാത്ര, ജീവിതമെന്ന യാത്ര പൂർണ്ണമാകുന്നത്, അല്ലെങ്കിൽ അത് ലക്ഷ്യത്തിലെത്തി അവസാനിക്കുന്നത് മരണം എന്ന ആ ഒരൊറ്റ കാര്യത്തിലാണ്. മരണത്തോടു കൂടിയാണ് ഈ യാത്ര അവസാനിക്കുന്നത്. അപ്പോൾ ജനനത്തിലൂടെയാണ് ജീവിതം എന്ന യാത്ര ആരംഭിക്കുന്നത് അല്ലേ. അപ്പം ജനനമാണ് ഇതിൻ്റെ തുടക്കം, യാത്രയുടെ തുടക്കം ജനനം. ഈ യാത്രയുടെ ഒടുക്കമോ അത് മരണം. അപ്പം ഇത് രണ്ടുമാണ് നിത്യ സത്യങ്ങൾ. ജനനവും മരണവും ഇത് രണ്ടുമാണ് നിത്യം, അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്ന സത്യങ്ങൾ. ബാക്കി ഇതിന് രണ്ടിനും ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം വെറും താൽക്കാലികം, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നതാണ് ഈ ഒരു കവിതയിലൂടെ ഗഗൻ ഗിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പം ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ സന്തോഷങ്ങളെക്കാൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമ്മൾ പ്രയാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദുഃഖങ്ങളായിരിക്കാം പലരും ജീവിതത്തിൽ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത്. എങ്കിലും ആ പ്രയാസങ്ങളും ആ പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴും അതിൻ്റെ മുമ്പിൽ കുറച്ച് സമയം പകച്ചു നിന്ന് കഴിഞ്ഞാലും അതെല്ലാം തരണം ചെയ്ത്, അതെല്ലാം മറികടന്ന് വീണ്ടും മുൻപോട്ട് പോവുകയാണ്. എന്നിട്ട് ഈ ജീവിതമെന്ന യാത്ര പൂർണ്ണമാവുന്നത്, അല്ലെങ്കിൽ അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് മരണത്തിലൂടെയാണ്. മരണമാണ് ശാശ്വതമായിട്ടുള്ള ഉത്തരം എന്നാണ് കവയത്രി പറയുന്നത്. അപ്പോൾ ആ ജനനവും മരണവും ഇത് രണ്ടുമാണ് ശാശ്വതം, എന്നും നിലനിൽക്കുന്ന സത്യം. ബാക്കി അതിനിടയ്ക്ക് സംഭവിക്കുന്നതെല്ലാം താൽക്കാലികം, അതൊന്നും ശാശ്വതമല്ല
അതൊക്കെ വെറും സാമയികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ മാത്രം ആണെന്നാണ് കവയത്രിയുടെ അഭിപ്രായം. അപ്പോൾ ഇതാണ് ഇസ് തരഹ് എന്ന കവിതയിലൂടെ അവർ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കവിത. അപ്പോൾ ഇതിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ജനനവും നമ്മുടെ മരണവും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ശാശ്വതം. ബാക്കി അതിനിടയ്ക്ക് സംഭവിക്കുന്ന ബാക്കിയെല്ലാം വെറും താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെന്നുള്ള ഒരു മെസ്സേജ്, ഒരു സന്ദേശമാണ് കവയത്രി നൽകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കവിത, ഗഗൻ ഗിൽ എഴുതിയിട്ടുള്ള ഈ ഒരു കവിത. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗവും നമ്മൾ 1-2 ക്ലാസ്സുകളിലായിട്ട് ആദ്യ ഭാഗങ്ങൾ പറഞ്ഞ് തീർത്തതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ഈ കവിത ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതുവരെ കിട്ടിയ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി ഇനി പുതിയൊരു പാഠഭാഗം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ തുടങ്ങാം. പുതിയൊരു ചാപ്റ്റർ, പുതിയൊരു അധ്യായം അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. അപ്പോൾ എല്ലാവരും ഈ കവിത നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എന്നാൽ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ധന്യവാദം.